ഈ വലിയ നോമ്പ് കാലത്തിൽ നമ്മൾ കൂടുതൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഈശോയുടെ സ്നേഹത്തെ പറ്റിയാണ്. ഈശോ നമ്മെ എന്തുമാത്രം സ്നേഹിച്ചു എന്നതാണ് ഈ വലിയ നോമ്പിൽ നാം ഓർത്തെടുക്കേണ്ടത്. എന്നാൽ ഇത് ഓർത്തെടുത്താൽ മാത്രം പോരാ, ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ഇത് തിരികെ ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് തിരികെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മെ ഈശോ സ്നേഹിക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമ്മളൊക്കെ പലതും പ്രതീക്ഷിക്കുന്നല്ലേ? ഈ ക്രിസ്തു നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ? ഈശോ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ആദ്യം ഏൽപ്പിച്ച ദൗത്യം തന്നോട് കൂടെ ആയിരിക്കാനാണ്. അതിനുശേഷമാണ് യേശു അവർക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും സുവിശേഷം പ്രസംഗിക്കാനുമൊക്കെ ദൗത്യം കൊടുത്തത്. ആദ്യം കൊടുത്ത ദൗത്യം കൂടെ ആയിരിക്കാനാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പ് കാലം ഈശോയുടെ കൂടെ ഇരിക്കാനുള്ള ദിനങ്ങൾ കൂടിയാണ്. എങ്ങനെയാണ് കൂടെ ആയിരിക്കുക? പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈശോ കുരിശും താങ്ങി കാൽവരിയിലേക്ക് പോകുമ്പോൾ അങ്ങ് കാൽവര്യം വരെ എത്തിയത് ആരൊക്കെയാണ്? ഈശോയുടെ കുരിശിൻ്റെ താഴെ നിന്നത് താൻ സ്നേഹിച്ച ശിഷ്യനും പരിശുദ്ധ അമ്മയും ഈശോയെ സ്നേഹിച്ച ഏതാനും സ്ത്രീകൾ മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാതി വഴിയിൽ കുരിശു താങ്ങിയ ശിമയോൻ എവിടെ? പാതി വഴിയിൽ ഈശോയുടെ തിരുമുഖമൊപ്പിയ വെറോനിക്ക പുണ്യവതി എവിടെ? ശരിയാ, ഇവരൊക്കെ ചിലപ്പോൾ പട്ടാളക്കാരെയൊക്കെ പേടിച്ചാകാം ഭയപ്പെട്ടൊക്കെ മാറിയിട്ടുണ്ടാകുക. പക്ഷേ ജീവിതത്തിൽ ഭയപ്പെട്ടും നിരാശപ്പെട്ടും മാറേണ്ടവരല്ല. യേശുവിൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കാനാണ് ഈ വലിയ നോമ്പ് കാലം നമ്മളെ വിളിക്കുന്നത്. യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമ്മളെ വിളിക്കുന്നു കൂടെ ആയിരിക്കാൻ. എങ്ങനെ കൂടെ ആയിരിക്കാം? ഈ വലിയ നോമ്പ് കാലം അല്പനേരം, ഒരു ശകല നേരമെങ്കിലും ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാം. ഒരു അല്പനേരം വചനം വായിക്കാം, ഒരല്പനേരം ജപമാല ചൊല്ലാം, ഒരു നേരമെങ്കിലും ഒന്ന് ഉപവസിക്കാം. ഈശോയുടെ കൂടെ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വലിയ നോമ്പ് കാലം ഈശോയുടെ കൂടെ ഇരിക്കാൻ എല്ലാ കൃപയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.